ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. ആവർത്തന പുസ്തകം 28-ാം അധ്യായം. വളരെ ദീർഘമായ ഒരു അധ്യായമാണിത്. ഈ അധ്യായത്തിൻ്റെ ആദ്യത്തെ 14 വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ കൽപ്പനയനുസരിച്ച് ഇസ്രായേൽ ജനം ജീവിക്കുമെങ്കിൽ എത്രമാത്രം ദൈവം അവരെ അനുഗ്രഹിക്കുമെന്നുള്ള വലിയ വാഗ്ദത്തമാണ്. അവരുടെ കൃഷിയിലും അവരുടെ വ്യവസായത്തിലും അവരുടെ സന്തതി പരമ്പരകളിലും ശത്രുക്കളുടെ മുൻപാകെയും ദൈവം എത്രമാത്രം അവരെ സംരക്ഷിക്കും, അവരെ അനുഗ്രഹിക്കുമെന്നുള്ള വലിയ വാഗ്ദത്തം. ഭൂമിയിലുള്ള സകല ജാതികളും അവരെ ഭയക്കത്തക്കവണ്ണം, അവർക്ക് മറ്റ് ശത്രുക്കളില്ലാതാവത്തക്കവണ്ണം ദൈവം അവരെ സംരക്ഷിക്കുമെന്നുള്ള വലിയ വാഗ്ദത്തമാണ്. എന്നാൽ പിന്നീടുള്ള 54 വാക്യങ്ങളിൽ ദൈവികമായ കൽപ്പനകളെ അനുസരിക്കാതെ ഇരുന്നാൽ എത്രമാത്രം ദൈവം അവരെ ശിക്ഷിക്കും എന്നുള്ള ഒരു വലിയ മുന്നറിയിപ്പാണ് കൊടുത്തിരിക്കുന്നത്. മിസ്രയീമിൽ ഇവരെ പീഡിപ്പിച്ച ജനത്തിന് കൊടുത്തതായ ബാധകൾ മുഴുവൻ അതിനേക്കാൾ ശക്തമായ രീതിയിൽ ഇവർക്ക് നൽകുമെന്നും അത്രമാത്രം ലോകത്തിൻ്റെ മുൻപാകെ അവരൊന്നുമല്ലാതെയാകുമെന്നും ദൈവം ഇവിടെ പറയുന്നു. ഈ വേദഭാഗം വായിക്കുമ്പോൾ നമുക്കൊരു വലിയ സംശയമുണ്ടാകാം. ദൈവം സ്നേഹമെന്നല്ലേ എല്ലാവരും പറയുന്നത്? പിന്നെ എന്തുകൊണ്ടാണ് ഇത്രമാത്രം കഠിനമായ ഒരു ജനത്തെ ശിക്ഷിക്കും എന്ന് ദൈവം പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? സ്നേഹമാണെങ്കിൽ അങ്ങനെ ചെയ്യുമോ? നമ്മളിവിടെ മനസ്സിലാക്കണം, പഴയ നിയമകാലം, ന്യായപ്രമാണ കാലം എന്ന് പറയുന്നത് ശിശുതുല്യമായ ഒരു ജീവിതമാണ്. ശിശുക്കളെ എങ്ങനെയാണ് നമ്മൾ വളർത്തുന്നത്? സ്നേഹിച്ചും ലാളിച്ചും അവർക്ക് വേണ്ടത് അത് നൽകിയും അതേസമയം തെറ്റ് ചെയ്യുമ്പോൾ ശിക്ഷിച്ചുമാണ്. കാരണം ഒരു ശിശുവിന് ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് വ്യക്തമായി അറിഞ്ഞുകൂടാ. അപ്പോൾ ഓരോ ചെറിയ കാര്യങ്ങളിൽ പോലും നമ്മൾ ശാസിച്ചും ശിക്ഷിച്ചും കുഞ്ഞുങ്ങളെ വളർത്താൻ നമ്മൾ ശ്രമിക്കുന്നു. ഇതാണ് പഴയ നിയമകാലം. എന്നാൽ പുതിയ നിയമകാലമെന്ന് പറയുന്നത് മുതിർന്ന ശേഷമുള്ള അനുഭവമാണ്. മുതിർന്ന ശേഷം നമ്മൾ മക്കളെ ശിക്ഷിക്കുകയോ ശാസിക്കുകയോ ചെയ്യുന്നതിന് പകരം അവരെ സ്നേഹിക്കുകയും സ്നേഹത്തിൻ്റെ ഉപദേശങ്ങൾ അവർക്ക് നൽകുകയുമാണ് ചെയ്യുക. അപ്പോൾ യേശുക്രിസ്തു വന്നതിന് ശേഷമുള്ളത് പുതിയ നിയമ കാലമാണ്. വളർന്ന സമൂഹത്തിൻ്റെ പ്രതീകമാണത്. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 15-ാം വാക്യത്തിൽ നമ്മുടെ കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ നിങ്ങൾ പാലിക്കും. അപ്പോൾ പുതിയ നിയമത്തിൽ ദൈവത്തിൻ്റെ കൽപ്പനകളെ നമ്മൾ പാലിക്കുന്നത് ഭയപ്പെട്ടിട്ടല്ല, ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതിയാണ്. അങ്ങനെയായിരിക്കണം. അതുകൊണ്ടാണ് റോമർ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യത്തിൽ പൗലോസ്ലീഹ പറഞ്ഞ്, പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാനുള്ള പുത്രത്വത്തിൻ്റെ ആത്മാവിനെ നമുക്ക് നൽകിയെന്ന് പറയുന്നത് കൊണ്ടാണ്. പുതിയ നിയമത്തിൽ ദൈവത്തിൻ്റെ സ്നേഹം വെളിപ്പെടുത്തുവാൻ നമ്മുടെ കർത്താവ് പറഞ്ഞ ഉപമ ധൂർത്തപുത്രൻ്റെ ഉപമയാണ്. പിതാവിനെ വേദനിപ്പിച്ചും പിതാവിൻ്റെ സമ്പത്ത് നശിപ്പിച്ചും പോയവനെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സ്നേഹവാനായ ഒരു പിതാവ് ആ ഭവനത്തിലുണ്ട്. ആ പിതാവിന് വേണമെങ്കിൽ അവൻ ചോദിച്ചപ്പോൾ അത് കൊടുക്കാതെ ഇരിക്കാമായിരുന്നു. അവൻ്റെ സമ്പത്ത്, അവൻ്റെ ഓഹരി കൊടുക്കാതിരിക്കാമായിരുന്നു. പക്ഷെ പിതാവ് അത് ചെയ്തില്ല, കൊടുത്തു. കാരണം അവൻ മുതിർന്നവനാണ്. ഒരു ശിശുവാണ് ചോദിക്കുന്നതെങ്കിൽ അപ്പൻ അങ്ങനെ അവന്
അത് ഒരിക്കലും അത് നൽകുകയില്ല. കാരണം അവനതിനെപ്പറ്റി അറിവില്ലാത്തതുകൊണ്ട്. ഈ മകൻ മുതിർന്നവനാണ്, അവൻ്റെ അവകാശം ചോദിച്ചപ്പോൾ അപ്പൻ കൊടുത്തത് കൊണ്ടാണ്. പക്ഷേ അവനതെല്ലാം നശിപ്പിക്കുമ്പോൾ അവനെ പ്രതീക്ഷിച്ച് ദീർഘക്ഷമയോടെ കാത്തിരിക്കുന്ന ഒരു സ്നേഹത്തെ ആ ഭവനത്തിൽ നമ്മൾ കാണുന്നു. ഇതാണ് ഇപ്പോഴുള്ള അനുഭവം. ഞാനും നിങ്ങളും ദൈവം ഒരുപാട് ദാനങ്ങളെ നമുക്ക് നൽകുന്നു. നമ്മളത് എല്ലാം ദൂർത്തടിച്ച് നമ്മൾ നശിപ്പിച്ച്, അല്ലെങ്കിൽ പാപത്തിൽ വീണ് പന്നിയോടൊപ്പം ആ പന്നിയുടെ അവസ്ഥയിലേക്ക് നമ്മൾ തരം താഴുമ്പോഴും നമ്മളെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു പിതാവ് നമുക്കുണ്ട്. ആ പിതാവിനോടുള്ള സ്നേഹത്തെ പ്രതിയാണ് പാപത്തിൽ നിന്നും നിന്ദ്യമായ കാര്യങ്ങളിൽ നിന്നും നമ്മൾ ഒഴിഞ്ഞു നിൽക്കേണ്ടത്. അപ്പോൾ നമ്മളിന്ന് പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും വേദപുസ്തകം വായിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്യുന്നത് എന്തിനാണ്? എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയാണെങ്കിൽ ഇപ്പോഴും പഴയ ഉടമ്പടിയുടെ ആത്മാവിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ ദൈവത്തെ പ്രതിയുള്ള സ്നേഹത്തെ പ്രതിയാണ് എൻ്റെ ആരാധനയും എൻ്റെ വേദപുസ്തക വായനയും പഠനവും എൻ്റെ ദാനധർമ്മങ്ങളും എൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും എങ്കിൽ ഞാൻ പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവിലാണ്. അതുകൊണ്ട് നമ്മൾ കർത്താവ് പറഞ്ഞു, ഞാൻ പോകുന്നു, ഞാൻ പോയാൽ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ വരും, അവൻ സകല സത്യത്തിലേക്ക് നിങ്ങളെ വഴി നടത്തും. അപ്പോൾ പരിശുദ്ധാത്മാവാണ് നമുക്ക് ബോധ്യങ്ങളെ നമുക്ക് നൽകുന്നത്. ആ പരിശുദ്ധാത്മാവിൻ്റെ ബോധ്യത്തിന് വിധേയമായി നമുക്ക് ജീവിക്കാൻ സാധിക്കണം. അപ്പോഴാണ് ഞാനും നിങ്ങളും പുതിയ നിയമത്തിൻ്റെ പുതിയ ഉടമ്പടിയുടെ മക്കളായി മാറുന്നത്. അപ്പോൾ പഴയ നിയമത്തിൽ ഇത് പറയുന്നത് അവരൊക്കെ ശിശുക്കളുടെ ഒരു സ്ഥാനത്തായതുകൊണ്ടാണ് അവരെ ശിക്ഷിക്കുകയും ശാസിക്കുകയും ഒക്കെ ചെയ്യുന്നത് മനസ്സിലാക്കുക. ഇപ്പോൾ അതങ്ങനെയല്ല, നമ്മൾ മുതിർന്ന അനുഭവത്തിലാണ്. അതുകൊണ്ട് ആ സ്നേഹത്തെ പ്രതി ദൈവത്തെ അനുസരിക്കുവാനും ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനും നമുക്കിടയാകണം. ദൈവമേ, പരിശുദ്ധാത്മാവേ, അതിന് ശക്തീകരിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അതിന് നമ്മെ സഹായിക്കുമാറാകട്ടെ.